മനോഹരമായൊരു ഗ്രാമം. ആ ഗ്രാമത്തില് 10-12 വയസ്സ് പ്രായം വരുന്ന കുട്ടികളൊക്കെ കാണാതാകുന്നു. ഈ കുട്ടികളുടെ എല്ലാവരുടെയും ശവശരീരമാണ് പിന്നീട് കണ്ടെത്തുന്നത്. എന്നാൽ ആ ശവശരീരം കിട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് ആർക്കും തന്നെ ഹൃദയമേ ഇല്ല. എന്തുകൊണ്ടായിരിക്കാം കൊലയാളി കുട്ടികളുടെ ഹൃദയം പറിച്ചെടുത്തതിന് ശേഷം ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്നത്? എന്നാൽ അതേ ഗ്രാമത്തിൽ തന്നെ ഏകദേശം ഒരു 100-150 വയസ്സ് പ്രായം വരുന്ന ഒരു മുത്തശ്ശിയുമുണ്ട്. ഈ മുത്തശ്ശിക്കും മരണപ്പെട്ടു പോകുന്ന കുട്ടികൾക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ഗ്രാനി എന്ന ഹൊറർ സസ്പെൻസ് ത്രില്ലർ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ മനോഹരമായ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിലെ വാഴത്തോപ്പിലേക്ക് തന്റെ മുത്തശ്ശി അന്വേഷിച്ചു പോവുകയാണ് 10 വയസ്സുള്ള പെൺകുട്ടി. എന്നാൽ പെട്ടെന്ന് തന്നെ വാഴത്തോപ്പിൽ വെച്ച് ഒരു അമാനുഷിക രൂപം വന്ന് പെൺകുട്ടിയെ ആക്രമിക്കുന്നു. അടുത്ത ദിവസം ആ 10 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവശരീരമാണ് വാഴത്തോപ്പിലേക്ക് വന്നവർ കണ്ടതും. ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് അതേ ഗ്രാമത്തിലേക്ക് തന്നെയാണ് ആനന്ദ് എന്നും അപർണ എന്നും പേരുള്ള ദമ്പതികൾ എത്തുന്നത്. അവർക്ക് 2 മക്കളുണ്ട്, ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും. 2 കുട്ടികൾക്കും സംസാരിക്കുവാനും കഴിയില്ല, കേൾവി ശക്തിയുമില്ല. അവർ ഇപ്പോൾ വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ കുടുംബപരമായിട്ട് കിട്ടിയ ഒരു വീടുണ്ട്. ആ വീട് റിനോവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഗ്രാമത്തലവനായിരുന്നു. അതൊരു പഴയ വീടായതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ഒരു മുറി മാത്രം തുറക്കുവാനായി കഴിയുന്നതേയില്ല. എത്ര ചാവി കൊണ്ട് തുറക്കുവാനായിട്ട് നോക്കിയിട്ടും കഴിയുന്നതുമില്ല. ഗ്രാമത്തലവനോട് ആ ഒരു കാര്യം ചോദിക്കുമ്പോഴോ, എന്തായാലും ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ലല്ലോ, ആ റൂം ഒഴികെ ബാക്കിയുള്ള റൂമിൽ താമസിക്കുവാനായിട്ടാണ് ഗ്രാമത്തലവൻ പറയുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് 10 വയസ്സുള്ള കുട്ടിയുടെ മരണം അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ദിലീപൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനും എത്തുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതേതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചതാകുമെന്ന് പറയുമ്പോൾ ദിലീപൻ പറയുന്നത് ഇത് മൃഗങ്ങളൊന്നും ആക്രമിച്ചതല്ല, ഇത് കൊലപാതകം തന്നെയാണ്. കുട്ടിയുടെ ഹൃദയം തുറന്നെടുത്തിട്ടുണ്ട്. ഇതിനു പിന്നിൽ ആരോ ഉണ്ട്, ആ കൊലയാളിയെ കണ്ടെത്തണമെന്നും ദിലീപൻ പറയുന്നു. ഈ ഒരു വാഴത്തൊപ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ കൊലയാളി ഇവിടെ എവിടെയുള്ള ആളായിരിക്കുമെന്നും ദിലീപൻ പറയുന്നു. അതേ സമയത്തായിരുന്നു അവിടുത്തെ പാടത്തിന് മധ്യത്തായിട്ട് ഒരു ചെറിയൊരു കുടില് കാണുന്നതും. ആ കുടിലിലെ മുത്തശ്ശി അന്വേഷിച്ചാണ് അന്ന് ആ 10 വയസ്സുള്ള പെൺകുട്ടി ഈ വാഴത്തോപ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ആ മുത്തശ്ശിയെ കാണുന്നതേയില്ല. മുത്തശ്ശി എവിടെ പോയെന്നും ആർക്കും അറിയത്തുമില്ല. മാത്രമല്ല, ആ ഒരു കുടിലിനുള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹത ദിലീപന് ഫീൽ ചെയ്യുന്നു. മാത്രമല്ല, അവിടെ കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു. ആ ചെടികളിൽ ഒരു ചെടിയാണെങ്കിൽ ദിലീപനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെടി മനുഷ്യനെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ചെടിയും കൂടിയാണ് ദിലീപൻ എടുത്തുകൊണ്ട് പോകുന്നതും. ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ ചെടിയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നതുമില്ല. മാത്രമല്ല, ആ കുടിലിലെ മുത്തശ്ശിയാണെങ്കിൽ ഒരുപാട് ആയുധങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ട്. ഒരു മുത്തശ്ശിക്ക് എന്തിനാ ഈ ആയുധമെന്നൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥനും ദിലീപനും ചിന്തിക്കും. അതേ സമയമായിരുന്നു ആ വയസ്സായ മുത്തശ്ശിയാണെങ്കിൽ കുഴഞ്ഞു വീണത് കണ്ട നാട്ടുകാരാണെങ്കിൽ മുത്തശ്ശിയെ വൈദ്യനടുത്തേക്ക് കൊണ്ടുപോയത്. ഈ വിവരമറിഞ്ഞ് ദിലീപനും ഉയർന്ന ഉദ്യോഗസ്ഥനും വൈദ്യനടുത്തേക്കും എത്തുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ആനന്ദും അപർണയും താമസിക്കുന്ന ആ പഴയ വീട്ടിലേക്ക് ഒരു വയസ്സായ സ്ത്രീ എത്തുകയാണ്. ഏകദേശം അവർക്ക് ഒരു 100 വയസ്സിന് പുറത്തെങ്കിലും വരും. ആ സ്ത്രീയെ കാണുന്നത് ആനന്ദിന്റെ മകനായിരുന്നു. മകൻ ഉടനെ തന്നെ ആ സ്ത്രീക്ക് അടുത്തേക്കും എത്തുന്നുണ്ട്. അവരും കുഴഞ്ഞു വീഴുകയാണ്. അവരെ അകത്തേക്ക് അവൻ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. അത് കാണുന്ന ഗ്രാമത്തലവനാണെങ്കിലോ എന്തിനാ പരിചയമില്ലാത്ത സ്ത്രീകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നതെന്നും ആ പയ്യനോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ ആ വയസ്സായ സ്ത്രീയുടെ മുഖം കണ്ടതും. ഗ്രാമത്തലവനാണെങ്കിലോ അവരെ കണ്ടതും വല്ലാതെ പേടിക്കുകയും വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ വയസ്സായ സ്ത്രീ നല്ല മയക്കമായതുകൊണ്ട് തന്നെ അവർ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കുമ്പോൾ അവരാരെന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്നും ആനന്ദ് പറയും. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന ഉടനെ തന്നെ ഇതെന്റെ വീടാണെന്ന് ആംഗ്യത്തിലൂടെ കാണിക്കുന്നു. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നതെന്ന് ആനന്ദ് ചിന്തിക്കും. അതേ സമയത്തായിരുന്നു ആനന്ദിന്റെ 2 മക്കളും ഇടയ്ക്കിടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് കേൾക്കുന്നതും ആ സ്ത്രീയാണെങ്കിൽ ചെവി പൊത്തുകയാണ്. സത്യത്തിൽ ഇവരുടെ കയ്യിൽ ഒരു ചെറിയ പിയാനോ പോലൊരു സംഭവമുണ്ട്. അതിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരുന്നതും. ആ ശബ്ദം കേട്ടതും അവർ വീണ്ടും മയങ്ങി വീഴുകയാണ്. ആനന്ദാണെങ്കിൽ തന്റെ 2 മക്കളെയും ഒരുപാട് വഴക്ക് പറയും. ഉടനെ തന്നെ ആനന്ദ് വൈദ്യനെ വിളിക്കുവാനായിട്ട് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴിയിൽ വെച്ച് ഗ്രാമത്തലവനെ കാണും. ഗ്രാമത്തലവനെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഗ്രാമത്തലവൻ ആ വയസ്സായ സ്ത്രീ ആരാണെന്നും അവരുടെ ദുരൂഹത എന്താണെന്നും തുറന്നു പറയുന്നത്.
ഏകദേശം ഒരു 60-70 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ സ്ത്രീ ജീവിച്ചിരുന്നു. അവരാണെങ്കിലോ ഏകദേശം ഒരു 10-12 വയസ്സേക്ക് പ്രായം വരുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഹൃദയം പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കുട്ടികളുടെ ശവശരീരം അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തിനാണ് ഇവരിങ്ങനെ കുട്ടികളുടെ ഹൃദയം പറിച്ചെടുക്കുന്നതെന്ന് ആർക്കും ഇതുവരെയും അറിയത്തേയില്ല. ഒരുപാട് നാൾ ഈ സ്ത്രീയെ പേടിച്ചാണ് ഗ്രാമത്തിലുള്ളവരൊക്കെ ജീവിച്ചു പോന്നിരുന്നതും. എന്നാൽ പെട്ടെന്ന് അവരെ കാണാതായി. ആ സ്ത്രീയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതെന്നും ഗ്രാമത്തലവൻ പറയുന്നു. ഗ്രാമത്തലവൻ പറയുന്നത് കേട്ട് ആനന്ദ് ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് വഴിയിൽ മയങ്ങി വീണ ആ ഒരു മുത്തശ്ശിയില്ലേ, മുത്തശ്ശി ഇപ്പോൾ വൈദ്യനടുത്താണല്ലോ ഉള്ളത്. മുത്തശ്ശിയാണെങ്കിലോ ബോധം വന്നിരിക്കുകയാണ്. പക്ഷേ മുത്തശ്ശിയോട് ഓരോന്ന് ചോദിക്കുവാനായി ശ്രമിക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ചതുപോലെയാണ് മുത്തശ്ശി സംസാരിക്കുന്നതും. മുത്തശ്ശി ഏകദേശം സ്വബോധത്തിലേക്ക് തിരികെ വരുവാനായിട്ട് 2 ദിവസമെങ്കിലും എടുക്കുമെന്നും വൈദ്യൻ പറയുന്നു. അതുവരെ വെയിറ്റ് ചെയ്യുവാനായിട്ടും ദിലീപനും ഉയർന്ന ഉദ്യോഗസ്ഥനും തീരുമാനിക്കും. അതേ സമയമായിരുന്നു ദിലീപൻ മുത്തശ്ശിയുടെ വീട്ടിൽ കണ്ട ആ ഒരു ആക്രമിക്കുന്ന ചെടിയില്ലേ, അതിന്റെ ഫോട്ടോ വൈദ്യന് കാണിച്ചു കൊടുക്കുന്നു. ഈ ചെടി മനുഷ്യനെ ഉപദ്രവിക്കുന്നു. ഈ ചെടി എന്താണെന്ന് വൈദ്യനോട് ചോദിക്കുമ്പോഴാണ് ആ ചെടി കണ്ടതും വൈദ്യൻ ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് ആ ഒരു ചെടിക്ക് പിന്നിലുള്ള കഥ എന്താണെന്ന് വൈദ്യൻ അവരോട് തുറന്നു പറയുകയാ. 1920 കാലഘട്ടം. ഈ ഗ്രാമത്തില് ഒരു ജമീന്ദാർ ജീവിച്ചിരുന്നു. ജമീന്ദാർ ദൂരനാട്ടിൽ നിന്നും സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ടു പോകെ ജമീന്ദാറിന്റെ ഭാര്യ ഗർഭിണിയാകുന്നു. എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞതും ജമീന്ദാറിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അത് ജമീന്ദാർക്ക് സഹിച്ചില്ല. ജമീന്ദാർ വിവാഹം കഴിച്ചപ്പോഴുള്ള സൗന്ദര്യമല്ലായിരുന്നു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ. അതോടുകൂടി തന്റെ ഭാര്യയ്ക്കൊപ്പം ജീവിക്കുവാനായിട്ട് ജമീന്ദാർക്ക് കഴിഞ്ഞില്ല. അവരെ മടുത്ത ജമീന്ദാർ നാടുവിട്ട് തന്നെ പോവുകയുണ്ടായി. എന്നാലും ജമീന്ദാറിന്റെ ഭാര്യയാണെങ്കിൽ അവിടെ തന്നെ ജീവിച്ചു. 3 തലമുറയോളം ജമീന്ദാറിന്റെ ഭാര്യ അതേ കൊട്ടാരത്തിൽ തന്നെയാണ് കഴിഞ്ഞു വന്നതും. എന്നാൽ ഏകദേശം ഒരു 60-70 വർഷം കഴിഞ്ഞപ്പോഴേക്കും ജമീന്ദാറാണെങ്കിൽ തിരിച്ചു വന്നിരിക്കുന്നു. നാടുവിട്ടു പോകുന്ന സമയത്ത് ജമീന്ദാർ എത്രത്തോളം ചെറുപ്പമായിരുന്നോ അതുപോലെ തന്നെയാണ് ജമീന്ദാർ ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും. എന്നാൽ ജമീന്ദാറിന്റെ ഭാര്യ വയസ്സായി കോനിക്കൂടി ഒരു കിളവിയായി മാറിയിരിക്കുന്നു. ഒട്ടും സൗന്ദര്യമേ ഇല്ല. ജമീന്ദാറിനെ കണ്ടതും ഭാര്യ ഞെട്ടിപ്പോകും. നിങ്ങൾ എങ്ങനെയാ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, നീ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് നിന്നോട് പറയാം. മാത്രവുമല്ല, നിന്നെയും ഇതുപോലെ ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരികെ വന്നിരിക്കുന്നതെന്നും ജമീന്ദാർ പറയുന്നു. എന്നാൽ ജമീന്ദാറാണെങ്കിൽ ഇപ്പോൾ പഴയ ചെറുപ്പത്തോടു കൂടി തന്നെ തിരികെ വന്നത് ഗ്രാമവാസികൾക്കിടയിൽ ചർച്ചയായി. ഇതെല്ലാം അറിയാവുന്ന ഒരു വൈദ്യനാണെങ്കിലോ ജമീന്ദാർ എങ്ങനെയാണ് ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ്. അങ്ങ് വടക്ക് അഘോരികൾ പലതരത്തിലുള്ള പൂജയും നടത്തും. അതിലൊന്നാണ് എപ്പോഴും ചെറുപ്പമായിരിക്കാനുള്ള പൂജ. ആ പൂജയിൽ അവർ ചെയ്യുന്നത് 100 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവുണ്ട്. ആ പൂവിനൊപ്പം കുട്ടികളുടെ ഹൃദയം കൊണ്ടുവന്ന് വേവിച്ച് കഴിക്കണം. ഏത് വയസ്സിലാണോ ഇപ്പോൾ അവർ ആ ഒരു പൂജ നടത്തി ആ ഒരു പൂവും ഹൃദയവും വേവിച്ച് കഴിക്കുന്നത്, അപ്പോൾ പകുതി വയസ്സ് കുറയും. അതായത് 60 വയസ്സിലാണ് അവർ ഈ പൂജ നടത്തി ഈ ഒരു പൂവ് ഭക്ഷിക്കുന്നത്, അപ്പോൾ അവർ 30 വയസ്സായി മാറും. വീണ്ടും 30 വയസ്സായി കഴിയുന്ന സമയത്ത് ഈ പൂജ വീണ്ടും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ചെറുപ്പം ഇങ്ങനെ തുടർന്നു പൊയ്ക്കൊണ്ടേയിരിക്കൂ. ഈ ജമീന്ദാറാണെങ്കിലോ 2 തവണ ഈ പൂജ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോഴും ചെറുപ്പമായി തന്നെ ഇരിക്കുന്നത്. ജമീന്ദാർ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്റെ ഭാര്യയും തന്നെ പോലെ ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് 100 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ആ പൂവുമായിട്ടാണ് ജമീന്ദാർ എത്തിയിരിക്കുന്നതും. അത് കാണുന്ന ആ വയസ്സായ സ്ത്രീ ചോദിക്കുന്നത്, പൂവൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഹൃദയം എങ്ങനെ ഒപ്പിക്കുമെന്ന് ആ വയസ്സായ സ്ത്രീ ചോദിക്കുമ്പോഴാണ് തന്റെ കുടുംബ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. 3 തലമുറയായിട്ട് ഈ വയസ്സായ സ്ത്രീ ഇപ്പോൾ അവിടെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. അവർക്ക് ഏകദേശം കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ആ കൊച്ചുമക്കളെ കൊന്ന് അവരുടെ ഹൃദയം എടുക്കുവാനായിട്ടാണ് ഇപ്പോൾ ജമീന്ദാർ ഉദ്ദേശിച്ചിരിക്കുന്നതും. അവരെ കൊല്ലുവാനായിട്ട് ജമീന്ദാർ കത്തിയുമായി പോകുന്ന അതേ സമയം തന്നെയായിരുന്നു ഗ്രാമവാസികൾ എല്ലാവരും അവിടേക്കെത്തി ജമീന്ദാറിനെ തടയുന്നതും. ജമീന്ദാർ എന്ത് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ചാണ് ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ജമീന്ദാറിനെ പിടിച്ച് അവിടുത്തെ മരത്തിൽ കെട്ടുന്നു. എന്നിട്ട് ആ വയസ്സായ സ്ത്രീയുടെ മുന്നിൽ വെച്ച് തന്നെ അയാളെ തീ കൊളുത്തുകയാണ്. മരിക്കുവാൻ നേരത്തും അയാൾ പറയുന്നത്, നീ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഞാൻ ഇത്രയും വർഷം എൻ്റെ ആ ഒരു പഴയ സൗന്ദര്യത്തോടു കൂടി ആ ഒരു ചെറുപ്പത്തോടു കൂടി എങ്ങനെ ജീവിച്ചോ അതുപോലെ നീയും ജീവിക്കണം. ഞാൻ മരിക്കുന്നതോർത്ത് നീ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് ജമീന്ദാർ ആ ഒരു തീയിൽ വെന്ത് മരിക്കുന്നതും. ഈ കഥയെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണല്ലോ വൈദ്യൻ. വൈദ്യൻ പറഞ്ഞ കഥയിലെ അതേ വയസ്സായ സ്ത്രീയാണ് ആനന്ദിന്റെയും അപർണയുടെയും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്കിപ്പോൾ ബോധം വന്നിരിക്കുകയാണ്. അവരവിടെ നിന്നും നേരെ നടന്നു ചെല്ലുന്നത് ആ പഴയ വീട്ടിൽ തുറക്കാൻ കഴിയാത്തൊരു മുറിയുണ്ടല്ലോ,
ആ മുറിയിലേക്കും. ആ മുറി അവർ തുറന്ന് അകത്തേക്ക് കടക്കുന്നു. ആ മുറിയിൽ മറ്റൊരു രഹസ്യറ കൂടിയുണ്ട്. ആ രഹസ്യറ തുറക്കുമ്പോൾ 100 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ജമീന്ദാർ കൊടുത്ത ആ ഒരു പൂവില്ലേ, അതിപ്പോൾ പൂത്തു നിൽക്കുകയാണ്. അവരാഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു പൂവുണ്ട്. പക്ഷേ അതിൽ വേവിച്ച് കഴിക്കുവാൻ വേണ്ടിയിട്ട് ഹൃദയം വേണ്ടേ? ഹൃദയം എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് അപർണയുടെയും ആനന്ദിന്റെയും കുട്ടികളെ അവർ കാണുന്നതും. ആ കുട്ടികളുടെ ഹൃദയം എടുക്കുവാനായിട്ടാണ് ഇപ്പോൾ ആ വയസ്സായ സ്ത്രീ പ്ലാൻ ഇട്ടിരിക്കുന്നതും. അവരുടെ അടുത്ത ഇര ആ 2 കുട്ടികളാണ്. അവരെങ്ങനെ രക്ഷപ്പെടും? അതാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നതും. അതേ സമയമായിരുന്നു അപർണ ആ വീട്ടിൽ തുറക്കാൻ കഴിയാതെ കിടക്കുന്ന മുറി തുറന്നിരിക്കുന്നതായി ശ്രദ്ധിക്കുന്നത്. അത് തുറന്നത് ആ വയസ്സായ സ്ത്രീയാണെന്നും അപർണയ്ക്ക് മനസ്സിലായി. ആ റൂമിനുള്ളിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അപർണ റൂമിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ നിന്നും പഴയ കാലത്തെ ഫോട്ടോ കിട്ടുകയാണ്. ഏകദേശം ആ ഒരു ഫോട്ടോയ്ക്ക് 10-60 വർഷത്തെ പഴക്കമെങ്കിലും വരും. ആ ഫോട്ടോയിൽ ഇരിക്കുന്നത് ഈ വയസ്സായ സ്ത്രീയായിരുന്നു. അവരെ കണ്ടതും അപർണ ഞെട്ടിപ്പോകും. കാരണം 10-60 വർഷങ്ങൾക്ക് മുൻപ് അവരെങ്ങനെയിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നുവെന്നാണ് അപർണ ചിന്തിക്കുന്നതും. മക്കളെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ മക്കളെ അന്വേഷിച്ചാണ് അപർണ പോകുന്നത്. കാരണം വയസ്സായ സ്ത്രീയില് എന്തോ ദുരൂഹതയുണ്ടെന്നും അപർണയ്ക്ക് മനസ്സിലായി. മക്കളെ അന്വേഷിച്ച് പോകുമ്പോൾ അപർണ കാണുന്ന കാഴ്ച മക്കളെ ആ ഒരു സ്ത്രീ ട്രാപ്പിലാക്കി നിർത്തിയിരിക്കുന്നതാണ്. അവരുടെ ഉദ്ദേശം 2 കുട്ടികളുടെയും ഹൃദയം കഴിക്കണം. പക്ഷേ പാവപ്പെട്ട ആ 2 കുട്ടികൾക്കും ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും കഴിയത്തില്ല. അപർണയ്ക്ക് ആകെ വെപ്രാളമായി. ഉടനെ തന്നെ ആനന്ദിനെ വിളിച്ചിട്ട് തനിക്ക് ഇങ്ങനൊരു സംശയമുണ്ടെന്നുള്ള കാര്യം ആനന്ദിനോട് പറയുന്നു. ആനന്ദ് വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ്. അതേ സമയം തന്നെയായിരുന്നു അപർണ തന്റെ മക്കളെ രക്ഷിക്കുവാനായി ശ്രമിക്കവേ അപർണയ്ക്ക് പിന്നിലായിട്ട് ഒരു രൂപം വന്ന് നിൽക്കുന്നത്. അത് മറ്റാരുമല്ല, ആ വയസ്സായ സ്ത്രീയായിരുന്നു. അവരൊരു വലിയ തടിയെടുത്ത് അപർണയുടെ തലക്കടിക്കും. അതിനുശേഷം അപർണയെ വലിച്ചിഴച്ച് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അപർണയെ കൊന്നതിന് ശേഷം പിള്ളേരെ കൊല്ലാമെന്നാണ് വയസ്സായ സ്ത്രീയുടെ പ്ലാൻ. അതേ സമയമായിരുന്നു ആനന്ദും അവിടേക്ക് വരുന്നത്. ആനന്ദ് വന്നെന്ന് മനസ്സിലാക്കിയ ആ വയസ്സായ സ്ത്രീ എങ്ങനെയാണോ അപർണയുടെ തലക്കടിച്ചത് അതുപോലെ തന്നെ ആനന്ദിന്റെ പിന്നിലൂടെ ചെന്ന് അവന്റെയും തലക്കടിച്ച് വീഴ്ത്തുന്നു. എവിടെയാണോ അപർണയെ അടച്ചിട്ടിരിക്കുന്നത് അതേ റൂമിലേക്ക് തന്നെയാണ് ആനന്ദിനെയും കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് 2 കുട്ടികളും കാണുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പാവപ്പെട്ട കുട്ടികൾ തീരുമാനിക്കുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് ഒന്ന് വിളിക്കുവാനായിട്ട് കഴിയുന്നത് പോലുമില്ല. എന്നാൽ ഈ വയസ്സായ സ്ത്രീയാണെങ്കിലോ ആ കുട്ടികളുടെ ഹൃദയം കുത്തിയെടുത്ത് കഴിക്കുവാൻ വേണ്ടിയിട്ട് കത്തിയുമായിട്ട് വരുന്നു. ഒരു ഘട്ടത്തിൽ അവരെ തള്ളിയിട്ടിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് അതിൽ ആ പയ്യൻ നോക്കുമ്പോൾ അതൊരു കുട്ടിയാണെന്ന് പോലും നോക്കാതെ ആ വയസ്സായ സ്ത്രീ ആ കുട്ടിയെ അടിച്ചിടുന്നു. അതിനുശേഷം തന്റെ കൈവശമുള്ള കത്തിയെടുത്ത് അവന്റെ ഹൃദയം കുത്തിയെടുക്കുവാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു അതിന്റെ സഹോദരിയാണെങ്കിൽ അവനെ രക്ഷിക്കുവാനായി ശ്രമിക്കുന്നതും. പക്ഷേ ഈ സ്ത്രീക്കാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം. 10-60 വർഷങ്ങൾക്ക് മുൻപ് അവർ ഈ വീട്ടിൽ ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിന്റെ സെന്ററിലായിട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് തിരുക്കിയതും മെയിൻ ഡോറുകളെല്ലാം അങ്ങ് ക്ലോസ് ആവുകയാണ്. അതോടുകൂടി ഈ പിള്ളേർക്കൊന്നും വെളിയിൽ ഇറങ്ങുവാനും പറ്റാത്ത അവസ്ഥ. എന്നാൽ ഈ കുട്ടിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടായിരുന്നു. ആ കുട്ടി കീബോർഡ് വായിക്കുന്ന സമയത്ത് അവരിലൊരു ട്യൂൺ സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലോ, ഏകദേശം ഇടയ്ക്കയുടെ സൗണ്ടൊക്കെ പോലത്തേത്. ആ ഇടയ്ക്കയുടെ ശബ്ദം മുൻപ് പ്ലേ ചെയ്തപ്പോൾ ഈ വയസ്സായ സ്ത്രീ മയങ്ങി വീണത് ആ കുഞ്ഞിന് ഓർമ്മയുണ്ടായിരുന്നു. കുഞ്ഞ് ഉടനെ തന്നെ ആ ഒരു ശബ്ദം പ്ലേ ചെയ്യുകയാണ്. അത് കേട്ടതും അവർ മയങ്ങി വീഴുന്നു. അവരിങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മയങ്ങി വീഴാനായിട്ടുള്ള കാരണം എന്തെന്നാൽ ജമീന്ദാറിനെ കൊല്ലുന്ന സമയത്ത് ഗ്രാമവാസികൾ ഇതേ ശബ്ദമുണ്ടാക്കിയിരുന്നു. ആ ഒരു ശബ്ദം എവിടെ കേട്ടാലും അവർക്ക് വല്ലാത്തൊരു ട്രോമയാണ് ഉണ്ടാക്കുന്നത്. അതാണിപ്പോൾ അവർ മയങ്ങി വീണതും. ആ സ്ത്രീ മയങ്ങി വീണതും 2 കുട്ടികളും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഡോറൊന്നും തുറക്കുവാനായിട്ട് കഴിയുന്നതേയില്ല. 2 പേരും അവിടെ ലോക്കായ അവസ്ഥയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ദിലീപനോടും ഉയർന്ന ഉദ്യോഗസ്ഥനോടും ആ ഒരു ഹൃദയമെടുത്ത് കഴിക്കുന്ന സ്ത്രീയെക്കുറിച്ചുള്ള കഥ വൈദ്യൻ പറഞ്ഞു കൊടുത്തല്ലോ. മാത്രവുമല്ല അവർ താമസിച്ചിരുന്ന വീടും എവിടെയാണെന്നും വൈദ്യൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഉടനെ തന്നെ ദിലീപൻ ഉയർന്ന ഉദ്യോഗസ്ഥനെയും കൂട്ടി ആ വീട്ടിലേക്ക് വരും. അവിടുത്തെ ഡോറൊക്കെ ലോക്കായ അവസ്ഥയാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഡോറൊക്കെ തട്ടുന്നു. ഡോറ് തട്ടുന്ന ശബ്ദം കേട്ട് വയസ്സായ സ്ത്രീ എണീക്കുകയാണ്. എങ്ങനെയൊക്കെ ഡോറ് തുറന്ന് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന് മുന്നിലായിട്ട് ആ വയസ്സായ സ്ത്രീ വന്ന് നിൽക്കുന്നത്. അത് കാണുന്ന ദിലീപനാണെങ്കിൽ അവരെ അടിച്ചു വീഴ്ത്തുന്നു. വീണ ഉടനെ തന്നെ അവർ വീണ്ടും ഒരു രാക്ഷസിയെ പോലെ ചാടി എഴുന്നേറ്റ് ദിലീപനെ ആക്രമിക്കുന്നു. ദിലീപൻ ആ സ്ത്രീയോട് പറയുന്നത്, മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളുടെ ചെറുമക്കളില്ലേ,
അതിലൊരാളാണ് ഞാനെന്നും ദിലീപൻ പറയുന്നു. മുത്തശ്ശി, നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കാരണമാ നമ്മുടെ കുടുംബമേ നശിച്ചു പോയതെന്നും ദിലീപൻ പറയുന്നു. ദിലീപൻ പറഞ്ഞത് കേട്ട് ദിലീപനെ ഉപദ്രവിക്കുന്ന ആ വയസ്സായ സ്ത്രീ അവനെ വിട്ടതിന് ശേഷം നേരെ പോകുന്നത് ആ കുട്ടികളുടെ അടുത്തേക്കാണ്. കുട്ടികളെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. എന്നാൽ ദിലീപൻ അടുത്തേക്ക് വന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇത് നിന്റെ മുത്തശ്ശിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാനത് വെറുതെ പറഞ്ഞതാ. അവരെന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നിർത്താൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഈ 2 കുട്ടികളെയും രക്ഷിക്കണം. ഒരുപാട് കുട്ടികളെ ഇവർ കൊന്നതാണ്. പക്ഷേ ഈ 2 കുട്ടികളെയെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ദിലീപൻ പറയുന്നു. ദിലീപൻ പറയുന്നത് കേട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്റെ ജീവൻ കൊടുത്തിട്ടായാലും 2 കുട്ടികളെയും രക്ഷിക്കണമെന്ന് തീരുമാനിക്കും. കുട്ടികളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു റൂമിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ് 2 കുട്ടികളും. ആ 2 പേർക്കും സംസാരിക്കുവാനും കഴിയില്ല, ചെവിയും കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആംഗ്യത്തിലൂടെയാണ് ഈ വീട് തുറക്കുവാനൊക്കെ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ആക്കുവാനായിട്ട് ഞങ്ങൾക്കറിയാമെന്നും കുട്ടികൾ പറയുന്നു. അങ്ങനെ കുട്ടികളെയും കൂട്ടി മെയിൻ ഡോറിനടുത്തേക്ക് വരുന്ന സമയത്തായിരുന്നു ആ വയസ്സായ സ്ത്രീ അവിടെ ഒരു രാക്ഷസിയെ പോലെ നിൽക്കുന്നത്. അത് കാണുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർക്ക് അടുത്തേക്ക് ചെല്ലുന്നു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് അവരുടെ അടുത്തേക്ക് പോയാൽ മതിയെന്നും അവരോട് പറയും. ഉയർന്ന ഉദ്യോഗസ്ഥന് അടുത്തേക്ക് എത്തുന്ന വയസ്സായ സ്ത്രീക്ക് എന്തോ സ്മെല്ലടിക്കുകയാണ്. എന്തെന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന റാന്തൽ വിളക്ക് പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന മണ്ണെണ്ണയെല്ലാം തന്റെ ദേഹത്തേക്ക് ഒഴിച്ചിരിക്കുകയാണ്. എന്നാൽ ഉടനെ തന്നെ അവരാണെങ്കിലോ 2 കുട്ടികളെയും ആക്രമിക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്റെ ദേഹത്തേക്ക് തീ പടർത്തുന്നത്. എന്നിട്ട് അവരെ പോകാതെ തടയുകയാണ്. അതോടുകൂടി അവരുടെ ദേഹത്തേക്കും തീ പടരുന്നു. അതേസമയം ദിലീപനോട് 2 കുട്ടികളും മെയിൻ ഡോർ തുറക്കുവാനുള്ള ലോക്കം പറഞ്ഞു കൊടുക്കുകയാണ്. ദിലീപൻ ആ ഒരു മെയിൻ ഡോറും ഓപ്പൺ ആക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥൻ കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകുവാനായി പറയുകയാണ്. അങ്ങനെ ദിലീപനാണെങ്കിലോ കുട്ടികളെയും കൊണ്ട് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതേ സമയമായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥനും ആ വയസ്സായ സ്ത്രീയും ഉൾപ്പെടെ ആ വീട് മുഴുവൻ കത്തുന്നതും. ആ സീൻ അവിടെ കട്ടായി 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ദിലീപൻ ഇപ്പോൾ ഉള്ളത് സെൻട്രൽ ജയിലിലും. ദിലീപനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ എത്തുകയാ. 1 വർഷത്തിന് മുൻപ് ഹൃദയമില്ലാതെ മരണപ്പെട്ടു പോയ കുട്ടികളുടെയൊക്കെ കേസ് നീയല്ലേ തെളിയിച്ചത്? പിന്നെ നിനക്ക് എന്താ സംഭവിച്ചത്? നീ എങ്ങനെയാ ജയിലിൽ വന്നതെന്ന് ദിലീപനോട് ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 1 വർഷത്തിന് മുൻപ് ദിലീപൻ കുട്ടികളെ സേഫായി രക്ഷിച്ചതുകൊണ്ടും ആ ഒരു കേസ് നന്നായിട്ട് തെളിയിച്ചതുകൊണ്ടും ദിലീപന് പ്രൊമോഷനും ട്രാൻസ്ഫറും കിട്ടുകയാണ്. ട്രാൻസ്ഫർ കിട്ടിയ സ്ഥലത്തേക്ക് തന്റെ ഭാര്യയും മക്കളെയും കൊണ്ടാണ് ദിലീപൻ വന്നിരിക്കുന്നത്. ഒരു ദിവസം ദിലീപൻ ഒരു കോള് വരുന്നു. വിളിച്ചത് ഭാര്യയാണ്. കുട്ടികൾക്കൊപ്പം അവർ കളിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കുന്നു. എപ്പോഴാ എന്റെ പേരക്കുട്ടി തിരികെ വരുന്നതെന്ന് ഒരു രാക്ഷസിയെ പോലെ അവർ ചോദിക്കുന്നു. അവരുടെ ശബ്ദം കേട്ടതും ഹൃദയം തുരന്നെടുത്ത് ഭക്ഷിക്കുന്ന ആ ഒരു വയസ്സായ സ്ത്രീയാണതെന്നുള്ള കാര്യം ദിലീപന് മനസ്സിലായി. അവരുടെ അടുത്ത ടാർഗറ്റ് തന്റെ കുട്ടികളാണെന്നും അവന് മനസ്സിലായി. ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നതായിരുന്നു അവന്റെ ചിന്തയും. ദിലീപൻ ആകെ ഷോക്കായി പോവുകയാണ്. എന്നാൽ ഈ ഒരു കഥയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥനോട് ജയിലിൽ നിന്ന് പറയുന്നത്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ എന്റെ മകളെയും കാണാനില്ല, എന്റെ മകൾ എവിടെ പോയി നിങ്ങൾക്കറിയാമോ, എവിടെയാ മുത്തശ്ശി ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥന് ചോദിക്കുന്നു. എങ്ങനെയാണ് ദിലീപൻ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്? ആ പോലീസുകാരന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടി ഇപ്പോൾ എവിടെയാണുള്ളത്? ആ വയസ്സായ സ്ത്രീ മരിച്ചില്ലേ? ആ ഒരു സംശയങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് 2ാം ഭാഗത്തിനുള്ള സൂചനയും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.